കഥ മറ്റുള്ളവർ. എഴുതിയത് കൽപ്പറ്റ നാരായണൻ. ശബ്ദം ജയശ്രീ രാജേഷ്. അവരുടെ പാകത്തിന് നിന്ന് ഞാൻ എനിക്ക് പാകമല്ലാതായി. എല്ലാ കുറ്റകൃത്യങ്ങളിലെയും ഒന്നാം പ്രതി മറ്റുള്ളവരാണ്. അവർ പക്ഷേ ഒരു കേസിലും ശിക്ഷിക്കപ്പെടില്ല. അവരെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. കൊലയ്ക്ക് ശേഷമേ പലപ്പോഴും കൊലപാതകികൾ പോലും അതറിയുന്നുള്ളൂ. ശിക്ഷ അനുഭവിക്കുന്ന ഏകാന്ത രാവുകളിൽ എന്തിനിതു ചെയ്തു എന്നയാൾ സ്വയം വിചാരണ ചെയ്തു തുടങ്ങും. താനായി ചെയ്തതല്ല, തനിക്കായി ചെയ്തതല്ല. ആലോചിച്ച് അയാൾ അറിയും. ആത്മഹത്യകളുടെ പിന്നിലാകട്ടെ മറ്റുള്ളവരുടെ പങ്ക് സങ്കല്പിക്കാവുന്നതിലും അധികമാണ്. തീ എന്ന് കേൾക്കുമ്പോൾ കൈവലിക്കുന്ന പെൺകുട്ടിയെ ഒരു പഴുതുമില്ലാതെ തീ വാരി പൊതിയാൻ അവർക്ക് പ്രേരിപ്പിക്കാനാകും. അതവളുടെ തീരുമാനമായിരുന്നില്ലെന്ന് ചെയ്തവൾ അറിയാത്ത വിധത്തിൽ സമർത്ഥമായി അവർ പ്രവർത്തിക്കും. നീരാളിയെപ്പോലെ ഒട്ടേറെ കൈകളാണ് മറ്റുള്ളവർക്ക്. ഇപ്പോൾ കൈയുയർത്തിയത് അവരാണോ ഞാനാണോ എന്നുറപ്പിക്കാനാവില്ല. രാമു. അവസാനമായി പ്രിയൻ എഴുതിയ കത്ത് തുടരുകയാണ്. എൻ്റെ അനിയത്തി സീതയുടെ കാര്യം നോക്കൂ. പഞ്ചപാവമായിരുന്നു അവൾ. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നെനിക്ക് അവളാണ് കാണിച്ചു തന്നത്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയാവാറുണ്ട് അമ്മയല്ലാത്തവരെല്ലാം. അമ്മമാർ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ കാവ്യങ്ങൾ പോലെ ആസ്വദിക്കും. മറ്റുള്ളവരുടെ അമ്മമാർ വെളുത്തവർ. സീതയുടെ അമ്മ കറുത്തിട്ടായിരുന്നു. സീതയ്ക്ക് അമ്മയില്ലാത്ത കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ഞങ്ങളുടെ അമ്മ എന്നതിനേക്കാൾ അച്ഛൻ്റെ സംശയാലുവായ ഭാര്യയായിരുന്നു. അച്ഛനെ സദാ കയ്യിൽ വച്ചിരിക്കാൻ കഴിയാത്തതിൽ അസ്വസ്ഥയായിരുന്നു അമ്മ. എന്തും അച്ഛനെ സംശയിക്കാനുള്ളതിൻ്റെ കാരണമാക്കുന്ന മറവി തന്നോടുള്ള മനഃപൂർവമായ അവഗണനയാണെന്ന് കണ്ടെത്തിയ, വരാൻ വൈകുന്നത് തന്നോട് പറയാൻ പറ്റാത്ത കാരണങ്ങളാണെന്ന് കരുതിപ്പോന്ന, പറയാത്തതെല്ലാം പറയരുതാത്തതായിരുന്നു എന്ന് ധരിച്ച, കോപിച്ചു മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ള അമ്മ. സംശയിക്കുന്ന സ്ത്രീകൾക്ക് കൈവരുന്ന അതീന്ദ്രിയ ശേഷി കൊണ്ട് അച്ഛൻ അകലെ ആരുമായി ഇടപെടുന്നതും അമ്മ അതത് സമയത്തറിഞ്ഞു. മറുപടിയില്ലാതെ അച്ഛൻ അന്തം വിട്ടിരിക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അന്യൻ്റെ ഉള്ളു കാണാൻ കഴിയുന്നത് എന്തൊരു ദുർവിധിയാണെന്ന് അമ്മയെ കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ വീട്ടിലില്ലാത്ത പകൽ മുഴുവൻ അവർ അച്ഛൻ്റെ മേശ പരതി. അലക്കാനിട്ട ഷർട്ടും പാൻറ്റും മണപ്പിച്ചു നോക്കി. ചുരുട്ടിയിട്ടതോ കമിഴ്ന്നു കിടന്നതോ ആയ കടലാസ് തുണ്ടുകൾ കിട്ടിപ്പോയി എന്ന മട്ടിൽ ആവേശത്തോടെ നിവർത്തി നോക്കി. താടിക്ക് കൈകൊടുത്തിരുന്ന് നെടുവീർപ്പിട്ടു. വീട്ടിൽ ആദ്യം കലഹമാണ് ഉണരുക. അതിൻ്റെ ഒച്ച കേട്ടുണർന്ന് അമ്മ കിടക്കുന്ന കട്ടിലിൽ നിന്ന് വിരണ്ട മുഖത്തോടെ ഉറങ്ങാതെ കിടക്കുന്ന എൻ്റെ അടുത്തേക്ക് സീത വരും. ഞാനിവിടെ കിടന്നോട്ടെ, എനിക്കൊറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടമെന്ന് അവൾക്കറിയാം. ദേഹത്തിൽ തൊടാതെ അവൾ എൻ്റെ അടുത്ത് കിടക്കും. ഒറ്റയ്ക്ക് കിടക്കാൻ ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് കിടക്കുന്നതാണെന്ന് അവൾക്ക് ബോധ്യം. ഇപ്പോഴെനിക്ക് തോന്നുന്നു, വാരിയെല്ലുകൾ എണ്ണാവുന്ന ആ കൊച്ചു സങ്കടക്കാരിയെ എൻ്റെ പുതപ്പിനുള്ളിലേക്ക് കൂട്ടാമായിരുന്നു. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അവൾ വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. വരുമ്പോൾ ഓടി വന്ന ആ കുഞ്ഞിക്കാലുകൾ എന്നോടത് പറഞ്ഞു. എന്നെ മുഴുവനായി അവൾക്കിഷ്ടമായിരുന്നു, അവളോടുള്ള എൻ്റെ ചെറു നീരസങ്ങൾ ഉൾപ്പെടെ. അതവളെ എന്നും ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളൂ. എന്നെ കൂടുതൽ ആരാധിക്കാനും മറ്റുള്ളവരെ കൂടുതൽ വെറുക്കാനും. മറ്റുള്ളവരായിരുന്നു എൻ്റെ ശത്രു. അവരുടെ ഭാഷ എന്നെ വെറുപ്പിച്ചു. അറിയാതെ പോലും അവരുടെ ഇഷ്ടങ്ങൾ എന്നെ നിയന്ത്രിക്കാതിരിക്കാൻ ഞാൻ നിഷ്കർഷിച്ചു. അതവൾക്ക് വലിയ ആശ്വാസം നൽകി. ഞാനിരുന്നതിൻ്റെ ബാക്കി തണലിൽ അവളിരുന്നു. അവൾ സ്കൂളിൽ ചേരുന്ന കാലമാവുമ്പോഴേക്കും അമ്മ ചെറുതായി മാറിയിരുന്നു. അച്ഛൻ തന്നെ വച്ച സ്ഥലത്ത് നിന്ന് അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും കാണാവുന്നിടത്തേക്ക് മാറ്റി വച്ചിരുന്നു. നോക്കൂ, എൻ്റെ കയ്യിലൊന്നുമില്ല.
ഉള്ളംകൈ മലർത്തിപ്പിടിച്ചിരുന്നു. സ്വസ്ഥതയാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതിനുവേണ്ടി സ്വസ്ഥത ഉപേക്ഷിച്ചിരുന്നു. അച്ഛൻ അമ്മയ്ക്ക് ദുരൂഹമായിരുന്ന സ്ഥലങ്ങളിലേക്കുള്ള പോക്കുകൾ നിർത്തി. ഓഫീസ് വിട്ടപാടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ചപ്പാത്തി കുഴച്ചു കൊടുക്കുക, വെള്ളം കോരി അടുക്കളയിലെ പാത്രങ്ങളിൽ നിറയ്ക്കുക, ചെറിയുള്ളി നന്നാക്കുക തുടങ്ങി അമ്മയ്ക്ക് അനിഷ്ടമുണ്ടാക്കുന്ന പണികൾ ഇഷ്ടത്തോടെ ചെയ്തു തുടങ്ങിയിരുന്നു. കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖം അടുക്കള വാതിലിൻ്റെ പടിയിലിരിക്കുന്നതാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അമ്മ കാട്ടിത്തുടങ്ങിയ പുതിയ അടുപ്പങ്ങളോട് സീതയ്ക്കൊരു താല്പര്യവും ഉണ്ടായില്ല. അരക്ഷിതത്വത്തിൻ്റെ പരമാവധിയാണ് അവൾ അറിഞ്ഞത്. അനാഥത്വം അളക്കാനുള്ള ശേഷി ആദ്യ 5 വർഷങ്ങളിലുള്ളതുപോലെ പിന്നീടില്ല. ആ സ്കെയിലിലെ മില്ലിമീറ്ററിൻ്റെ അക്കങ്ങൾ പിന്നീട് അപ്രത്യക്ഷമാവുന്നുണ്ട്. യാതനയുടെ തീക്ഷ്ണത കുറയുന്നതിനനുസരിച്ച് സെക്കൻഡ് സൂചികൾ അദൃശ്യമാവുന്നത് പോലെ സുഖമല്ല, യാതനയാണ് സെക്കൻഡ് സൂചിയെ കണ്ടെത്തിയത്. അമ്മ വെച്ചുണ്ടാക്കുന്നതിലൊക്കെ ഉപ്പിൻ്റെയോ എരിവിൻ്റെയോ കുറവോ കൂടുതലോ അവൾ കണ്ടു. തലയിൽ പൊത്താനായി കൈക്കുമ്പിൾ നിറയെ എണ്ണയുമായി അമ്മ വന്നപ്പോൾ അവൾ എല്ലാ കുറിയും മാറിക്കളഞ്ഞു. സ്വന്തം തലയിലും ശേഷിച്ചത് മുണ്ടുയർത്തി കാൽവണ്ണയിലും തേച്ച് അമർഷത്തോടെ അമ്മയ്ക്ക് നേരത്തെ കുളിക്കേണ്ടി വന്നു. നാട്ടിലെ ഏറ്റവും കുറച്ച് പരസ്പരം മിണ്ടിയ അമ്മയും മകളുമായി തുടരാനായിരുന്നു അവൾക്കിഷ്ടം. വറ്റിയ മുല ചുരത്താനുള്ള കാലം തെറ്റിയ ശ്രമങ്ങൾ അവളിൽ അറപ്പുണ്ടാക്കിയിരിക്കണം. ഇനി അതിൻ്റെ ആവശ്യമില്ല. അമ്മയും അച്ഛനും വീട്ടിൽ മറ്റുള്ളവർ നിർത്തിയ അവരുടെ പ്രതിനിധികളായിരുന്നു. എല്ലാം ക്രമപ്രകാരമാണെന്ന റിപ്പോർട്ട് ആ അദൃശ്യ ശക്തികൾക്ക് നിത്യവും അവർക്ക് സമർപ്പിക്കേണ്ടിയിരുന്നു. മറ്റുള്ളവരുടെ തോതിൽ അവർ അളന്നു. അവരെ വിട്ട് അവൾ ഞാനുള്ളപ്പോൾ എൻ്റെ കൂടെയായി. ഞാൻ ശ്രദ്ധിക്കാത്തപ്പോഴും എൻ്റെ നോട്ടത്തിൻ്റെ പരിധിക്കകം അവൾ നിന്നു. അഴിച്ചിട്ടാലും അടുത്തു നിന്ന് മാറാത്ത എൻ്റെ നായക്കുട്ടി. നഖം 2 ദിവസത്തെ വളർച്ച പൂർത്തിയാക്കണ്ട. അച്ഛൻ്റെ ഷേവിംഗ് സെറ്റിൽ നിന്നും ബ്ലേഡ് എടുത്ത് കുഞ്ഞേട്ടാ എന്ന് വാത്സല്യം തുളുമ്പുന്ന ഒച്ചയിൽ വിളിച്ച് എൻ്റെ കാലെടുത്ത് തൻ്റെ കുഞ്ഞു മടിയിൽ വെച്ച് അവൾ ശ്രദ്ധാപൂർവം അപ്പൻ വിരലിൻ്റെ പുറം പരണ്ടിക്കൊണ്ട് തുടങ്ങി. ചെറിയൊരു അശ്രദ്ധ മതി കുഴപ്പമുണ്ടാവുന്ന പണികൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ അവൾക്കിഷ്ടമായിരുന്നു. കിണറിൻ്റെ ആൽമറയിൽ കിടന്ന് വായിക്കുമ്പോൾ ഒന്നറിയാതെ തിരിഞ്ഞു കിടന്നാൽ നീ എവിടെയായിരിക്കുമെന്നറിയുമോ അസത്തെ എന്ന് അവളെ ഞാൻ ശാസിച്ചിട്ടുണ്ട്. അവിടെ നിന്നെന്ന പോലെ എന്നെ നോക്കി അവളുടെ ക്ഷീണമുള്ള ചിരി എൻ്റെ നേർക്കയക്കും. അമ്മ മുടി ചിക്കറുക്കാൻ വന്നാൽ ഓടിക്കളയുന്ന സീത എന്നെ നിലത്ത് പിടിച്ചിരുത്തി പിന്നിൽ കാൽമുട്ടിലിരുന്ന് എൻ്റെ മുടി ചിക്കറുത്തു. ഞാൻ എണീറ്റിരുന്നില്ലെങ്കിൽ ജന്മാവസാനം വരെ അവൾ ആ ഇരിപ്പിലിരിക്കുമായിരുന്നു. ഈരുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടുന്ന ഒച്ച കേൾപ്പിച്ചു തന്നു. പ്രസ് ബട്ടൺസ് ഫിറ്റ് ആവുമ്പോഴുള്ള ഒച്ച അവൾക്ക് പൊട്ടിക്കാനായി തല നിറയെ പേൻ വളർത്താമായിരുന്നു എന്ന് ഇന്നെനിക്ക് തോന്നുന്നു. പുറത്ത് ഞാൻ തേപ്പിച്ചു തരട്ടെ എന്ന് കുളിക്കുമ്പോൾ വാതിലിൽ മുട്ടി. അവൾ ഒറ്റ വാതിൽക്കൽ മാത്രം സന്തോഷത്തോടെ മുട്ടി. പക്ഷേ ഞാൻ ഉറക്കത്തിലായിരുന്നു. ഉള്ളിൽ നിന്നും തഴുതിട്ടിരുന്നു. 8 വയസ്സിൻ്റെ മൂപ്പുള്ള താഴ്. ഞാൻ മുതിർന്നവരുടെ ലോകത്തെ. അവൾ താഴെ തനിച്ച് തണൽ മാറി മാറി വരുന്ന മുറ്റത്ത് ഇറങ്ങി വരുന്ന എന്നെ കാത്ത്. വരുന്ന വഴി മുറ്റത്ത് കൂട്ടിയിട്ട ബേബി മെറ്റലിൽ നിന്ന് ഒന്നെടുത്ത് വഴിയിൽ നിന്നും പെറുക്കിയ ചോക്ലേറ്റിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഞാൻ അവൾക്ക് നൽകി. മുൻപ് പലതവണ ഞാൻ അങ്ങനെ ചെയ്തിട്ടും അവൾ വിശ്വാസത്തോടെ താല്പര്യത്തോടെ കൈനീട്ടി. അവളുടെ വിരുദ്ധനായ കുഞ്ഞേട്ടനെ നിരാശനാക്കരുതെന്ന് അവൾ കരുതിയിരിക്കാം. ഒരിക്കൽ പാതി തുറന്ന ആ കൽമുട്ടായി മേശപ്പുറത്ത് വച്ച് അവൾ അതിൽ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവൾ അവളുടെ ജീവിതത്തെ നോക്കിക്കാണുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുവോ? പിന്നീട് ഞാൻ ആ കളി ആവർത്തിച്ചില്ല. ആ വീട്ടിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലാത്ത 2 പേർ എന്ന അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കാത്ത 2 പേർ എന്ന വലിയ അടുപ്പവും. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാത്ത, തന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കാത്ത
ഒരാൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്വാതന്ത്ര്യവും ഞാൻ അവൾക്ക് നൽകിയിട്ടുണ്ടാവാം. പതുക്കെയാണെങ്കിലും താനാവാൻ അത് അവളെ തുണച്ചിരിക്കാം. വ്യത്യസ്തയാവുന്നതൊരു കുറ്റമല്ല എന്നത് അവളെ വലുതായി ആശ്വസിപ്പിച്ചിരിക്കണം. തനിച്ചിരിക്കാൻ ഉത്സാഹിപ്പിച്ചിരിക്കണം. അതവളെ തണുപ്പിച്ചിരിക്കാം. ഒഴിഞ്ഞു മാറി ആ തണുപ്പിൽ നിൽക്കുന്ന സീത എന്നിൽ വലിയ വേദനയുണ്ടാക്കി. കൂട്ടുകാരില്ലാത്തതിൽ വേദനയോളം പോന്ന സന്തോഷം അവൾ അനുഭവിച്ചിരുന്നു. ആഭരണങ്ങളിടാൻ, പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവൾ മടിച്ചു. ആളുകൾ കൂടുന്നിടം അവളെ ആകർഷിച്ചില്ല. വിശേഷ ദിവസങ്ങളിലെ വീടുകളിലെ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ അവൾ വെറുത്തു. അത് ഭാഷയൊന്നുമല്ല, മറ്റെന്തോ കാട്ടിക്കൂട്ടലാണ്. കൂട്ടുകൂടാൻ ക്ഷണിക്കുന്ന ഒരാളേക്കാൾ തനിച്ചിരിക്കാൻ ഉപേക്ഷിക്കുന്ന ഒരാളെ അവൾ ഇഷ്ടപ്പെട്ടു. പൂർണ്ണമായി മറ്റുള്ളവർ കൈയടക്കിയ വീടായിരുന്നു ഞങ്ങളുടേത്. മറ്റുള്ളവരുടെ താല്പര്യം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വാസനാബലമുണ്ടായിരുന്നു അമ്മയ്ക്കും അച്ഛനും. മറ്റുള്ളവരുടെ സമ്മതം കിട്ടുന്നതുവരെ അവർ അസ്വസ്ഥരായി. വീട്ടിനടുത്തുള്ള മലയാളം മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ്സിൽ നിന്നും 4 നാഴിക ദൂരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1ാം ക്ലാസ്സിലേക്ക് സീതയെ മാറ്റിയത് മറ്റുള്ളവരുടെ സ്വാധീനം മൂലമായിരുന്നു. പ്രാദേശിക ചുവയുള്ള മലയാളത്തിൽ അവൾ അനുഭവിച്ചിരുന്ന ജീവിത പങ്കാളിത്തം അതോടെ അവൾക്ക് നഷ്ടപ്പെട്ടു. വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരകലം ഇപ്പോൾ സ്കൂളിലുമായി. സ്കൂളിൽ ഒരു പ്ലാസ്റ്റിക് ചെടി പോലെ തന്നെ തോന്നിയെന്ന് ഞങ്ങൾ തമ്മിൽ തോരാതെ സംസാരിച്ച പിൽക്കാലത്ത് അവൾ പറഞ്ഞു. പ്ലാസ്റ്റിക് പൂ വിടരുകയോ വാടുകയോ ചെയ്യില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. ആരുടെയൊക്കെയോ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നിരന്തരം ബാധിതപ്പെട്ട നാളുകൾ. വായിക്കാൻ അറിയാത്തവൾ വായിക്കുന്ന തബലയോ ഹാർമോണിയമോ പോലെ അവൾക്കവളെ തോന്നി. അത് തബലയോ ഹാർമോണിയമോ ആവുന്നത് നന്നായി വായിക്കാൻ അറിയുന്നവരുടെ കയ്യിലിരിക്കുമ്പോൾ മാത്രമാണ്. സീതയ്ക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നു. ടെഡ് ഹ്യൂസിനോട് സിൽവിയ പ്ലാത്ത് പറഞ്ഞത് അവൾ എപ്പോഴോ ഇഷ്ടപുസ്തകത്തിനോട് പറഞ്ഞിരിക്കാം. നീ മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. നിന്റെ സംസാരം എൻ്റെ സംസാരത്തിന് എന്നെ അനുവദിക്കലാണ്. പുസ്തകം അവളോടും പറഞ്ഞിരിക്കണം. എനിക്ക് വിജനമായ ഒരു നിരത്തിൽ നൃത്ത ചുവട് വെച്ച് നടക്കാൻ കഴിഞ്ഞ പോലെ തോന്നി നീ വായിച്ചു കഴിഞ്ഞപ്പോൾ. തൻ്റെ കൂടെ മാത്രം കഴിയുന്ന കളിച്ചങ്ങാതിയിലുള്ള ദുസ്വാതന്ത്ര്യം പുസ്തകത്തിന് അവളോടുണ്ടായിരുന്നു. എനിക്കും അവൾക്കും കാഴ്ചയിൽ വലിയ സാമ്യമുണ്ടായിരുന്നില്ലെങ്കിലും അഭിരുചിയിൽ വലിയ സാമ്യമുണ്ടായിരുന്നു. രുചിയിലുള്ള സാമ്യം മുഖസാമ്യത്തിലും എത്രയോ ഗാഢം. എത്ര ദൂരെയിരുന്നും ഞങ്ങൾ ഒരേ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു, ഒരേ പുസ്തകം വായിച്ചു, ഒരേ സംഗീതം ആസ്വദിച്ചു, ഒരേ ഏകാന്തത പങ്കിട്ടു. അവൾ ഒറ്റപ്പെടുന്നത് ദൂരെ നിന്ന് എനിക്കറിയാനാവുമായിരുന്നു. ഞാൻ എന്നോട് സമ്മതിച്ചില്ലെങ്കിലും അതിലുള്ള കുറ്റബോധം കൊണ്ട് കുഴങ്ങുന്നുണ്ട് ഞാൻ. അവൾ ഉള്ളിടത്തോളം ഞാൻ തനിച്ചായിരുന്നില്ല. ഞാൻ വായിക്കുമ്പോൾ അതിലേക്ക് അവൾ എത്തി നോക്കില്ല. അതെനിക്കിഷ്ടമല്ലെന്ന് അവൾക്കറിയാം. ഞാൻ മാത്രം കുടിക്കേണ്ട മുല അതേസമയം മറ്റൊരാൾക്കു കൂടി ചുരക്കുന്നത് എനിക്കിഷ്ടവുമല്ല. നായക്കുട്ടിയുടെ മുരൾച്ച എൻ്റെ തൊണ്ടയിലുമുണ്ട്. എത്തി നോക്കാതിരിക്കാൻ ബലം പിടിക്കുന്ന സീതയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ മൂത്രമൊഴിക്കാൻ പോവും. എന്താണ് പുതിയ പുസ്തകമെന്ന് ബ്ലർബ് നോക്കി ഒന്ന് ഓടിച്ചു നോക്കി ഉത്സാഹവതിയായി വായിച്ചു കൊണ്ടിരിക്കുന്ന പേജിൽ വിരൽ വച്ച് അത് മുന്നോട്ടോ പിന്നോട്ടോ ആയി പോകാതിരിക്കാൻ നിഷ്കർഷിച്ച് അവൾ മടങ്ങിയെത്തുന്ന എൻ്റെ കാലോച്ചകളിൽ കാതോർത്തിരുന്നു. ശല്യപ്പെടുത്താൻ ഇഷ്ടമല്ലെങ്കിലും ഏട്ടൻ്റെ മുറിയിൽ അലഞ്ഞുകൊണ്ടിരിക്കാൻ അവൾക്കിഷ്ടമാണ്. പാർക്കിലിരിക്കും പോലെ ഉല്ലാസത്തോടെ അവൾ എൻ്റെ മുറിയിലിരിക്കും. ഞാനില്ലാത്തപ്പോൾ അവൾ എൻ്റെ മുറിയിലാണ് കിടക്കുക. അടുക്ക് തെറ്റിയിട്ടുണ്ടാവില്ല. കിടക്കയിൽ ഒരു ചുളിവോ ഒരു മുടിനാരോ ഉണ്ടാവില്ല. ഞാൻ പോയപ്പോഴത്തെ അതേ പോരായ്മകളോടെ സംരക്ഷിക്കാനാണ് അവൾ അത് ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുക. അണ്ടർസ്റ്റാൻഡിങ് എന്നായിരുന്നു പ്രിയ എൻ്റെ സീതയുടെ അർത്ഥം. അതിനാകട്ടെ മലയാളത്തിൽ ഇനിയും തക്ക വാക്കില്ല. സാഹിത്യം പഠിക്കാനായിരുന്നു സീതയ്ക്കിഷ്ടം. +1 ഹ്യൂമാനിറ്റീസിന് ചേരാൻ അവൾ ആഗ്രഹിച്ചു. വെറുതെയാണ്, ഞാൻ പറഞ്ഞു. പൊതുവായ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ ഒരാൾക്ക് വീട്ടിൽ വച്ച് സാധിക്കൂ.
അതും അച്ഛനും അമ്മയും പ്രത്യക്ഷത്തിൽ രമ്യതയിൽ കഴിയുന്ന വീട്ടിൽ. അവർ പരസ്പരം കലഹിക്കുന്ന വീട്ടിൽ നമുക്ക് പഴുതുകളുണ്ട്. ഒരാൾക്കിഷ്ടമല്ലാത്ത കാര്യം മറ്റേയാൾ വാശിയോടെ സാധിച്ചു തന്നേക്കാം. നടപ്പിലാവുന്നതിന് തൊട്ടു മുൻപ് വരെ തുണച്ചവർ അതിൽ നിന്ന് മിക്കവാറും പിൻവാങ്ങുമെങ്കിലും. നീ സയൻസ് ഗ്രൂപ്പ് എടുക്കും, എല്ലാ ബലവും എൻട്രൻസിൽ ഊന്നുന്ന സ്കൂളിൽ ചേരും. പിടികൂടിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കള്ളക്കടത്ത് വസ്തു ഈ ഘട്ടത്തിൽ വായിക്കുന്ന സാഹിത്യ രചനകളാണെന്ന് നീ കണ്ടെത്തും. ഉപയോഗമില്ലാത്തവയ്ക്ക് ഉപയോഗമുള്ള മുറിയിൽ നീ കടക്കാതിരിക്കാൻ അവർ കാവൽ നിൽക്കും. ഒന്നും നടക്കില്ല മോളെ. നിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു താല്പര്യവുമില്ലാത്ത മറ്റുള്ളവരാണ് നിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അവർക്കതിന് വേണ്ട പോലെ അധികാരമുള്ള വീടാണിത്. അത്തരം വീടുകളുള്ള നാടാണിത്. എപ്പോഴുറങ്ങണം, എന്താണ് ഇന്നത്തെ പ്രാതലിനു വേണ്ടത്, വീട് പെയിന്റ് അടിക്കുമ്പോൾ ചുമരിന്റെ നിറം എന്തായിരിക്കണം, അവർ നിശ്ചയിക്കും. മറ്റുള്ളവർക്ക് കുറച്ച് വിഭവങ്ങളേയുള്ളൂ, കുറഞ്ഞ ചോയ്സേയുള്ളൂ. പക്ഷേ അതിലവർക്ക് ഭയങ്കര തൃപ്തി. വഴി മാറി നടക്കുന്നവർ വഴിതെറ്റി നടക്കുകയാണെന്ന ബോധമുണ്ടാക്കാൻ മാത്രം ശക്തമായിരുന്നു അത്. അപ്പോഴത്തെ നാട്ടുനിരക്കിനനുസരിച്ചാണവർ തീരുമാനമെടുക്കുക. എക്സ്ക്ലൂസീവായ ഒരു ഉടയാട പോലും അവരുടെ അംഗീകാരമുള്ള വിശേഷ ദിവസങ്ങളിലെ നിനക്കണിയാനാവൂ. അതും ഒരു യൂണിഫോം ആണെന്ന് എല്ലാവരും എക്സ്ക്ലൂസീവ് വസ്ത്രം മാത്രം ധരിക്കുന്ന ആ ദിവസം നീ കണ്ടെത്തുകയും ചെയ്യും. പുറത്തു കടക്കുന്നവരെ പിടികൂടാൻ കഴുത്തിൽ കെട്ടുന്ന മണിയാണ് യൂണിഫോം. ഇപ്പോൾ നീ ഇരിക്കുന്ന ഈ ദ്വീപും കാലജലത്തിൽ ലയിച്ചില്ലാതാവും. അവൾ അല്പം നനഞ്ഞ വിടർന്ന കണ്ണുകളോടെ എൻ്റെ നേരുകൾ കേട്ടുകൊണ്ടിരിക്കും. സീത +1 സമീപ പ്രദേശത്തുള്ള സ്കൂൾ വിട്ട് അകലെയുള്ള പ്രസിദ്ധമായ സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിൽ ചേർന്നു. അത്യപൂർവമായി കിട്ടിയ ഒഴിവു ദിവസങ്ങളിൽ എൻ്റെ മുഴുക്കയ്യൻ ഷർട്ടിൽ ഒന്നെടുത്തിട്ട് അതിടയ്ക്കിടെ ലാഘവത്തോടെ കൈമുട്ടിന് മീതേക്ക് തെരച്ചു കയറ്റി എൻ്റെ കൂടുതൽ മുഷിഞ്ഞ പുസ്തകങ്ങളിലൊന്ന് നിവർത്തി കിണറിൻ്റെ ആൾമറയിലിരുന്ന് അവൾ വായിച്ചു. ഞാനൊരാണായിരുന്നെങ്കിൽ തന്നിഷ്ടം ചെയ്യുമായിരുന്നു എന്ന് പറയുവാനായിരിക്കാം എൻ്റെ ഷർട്ട് എടുത്തിട്ടത്. ഹയർ സെക്കൻഡറിയിലും കോളേജിലും ആൺകുട്ടികളുടെ അംഗസംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരുന്നത് അഡ്ജസ്റ്റ് ചെയ്യുകയാണോ ഞാൻ അവളോട് ചോദിക്കും. +2 മോശമല്ലാത്ത മാർക്ക് വാങ്ങിയെങ്കിലും എൻട്രൻസിന് അവൾ മനഃപൂർവ്വം തോറ്റു. പരീക്ഷ എഴുതിയ ദിവസം രാത്രി എൻ്റെ മുറിയിൽ വന്ന് ഞാൻ അവർക്ക് കീഴടങ്ങിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് മിലൻ കുന്ദേരയുടെ ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫോർഗെറ്റിംഗ് നീട്ടി. മുഷിഞ്ഞു തുടങ്ങിയ പുസ്തകം ഒന്നുകൂടി മുഷിയട്ടെ. മുഷിഞ്ഞു എന്ന പദത്തിന് വെറുത്തു എന്ന അർത്ഥം കൈവന്നത് എങ്ങനെയാവുമോ? സാവകാശത്തിലാണ് അവൾ വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ 10 ആൾ വായിച്ചാലത്തെ അനുഭവം പുസ്തകം അനുഭവിക്കും. ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഇംഗ്ലീഷ് സാഹിത്യത്തിന് പകരം അവൾ BSc മാത്സ് എടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു രാത്രി അന്നുവരെ കാണപ്പെട്ടതിൽ ഏറ്റവും ഭംഗിയുള്ള മുഖത്തോടെ അവൾ എൻ്റെ മുറിയിൽ കയറി വന്നു. ഗലീലിയോയുടെ പ്രശസ്തമായ വാക്യം അവൾ എന്നോട് പറഞ്ഞു. ദൈവം ഗണിതത്തിലാണ് പ്രപഞ്ച പുസ്തകം എഴുതിയിട്ടുള്ളത്. ഏട്ടൻ്റെ സാഹിത്യ താളമോ അതിലധികമോ മനോഹരമായ ഭാഷയാണ് ഗണിതം. അധികമായ ഒരു വാക്കുപോലുമില്ല അതിൽ. അതുവരെ എന്താണോ അവൾ അറിയാതെ തിരഞ്ഞിരുന്നത്, അതിൻ്റെ ചാരിയിട്ട വാതിൽ യാദൃശ്ചികമായി സ്വയം തുറന്നതിൻ്റെ ആനന്ദമാണ്. ഞാൻ ഇന്ന് ഏട്ടൻ്റെ മുറിയിൽ കിടന്നോട്ടെ എന്നവൾ ചോദിച്ചു. പിന്നെന്താ? ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടയായ പെൺകുട്ടി ഉറങ്ങുമ്പോൾ എത്ര സുന്ദരിയാണ് എന്ന് വായിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് തലയുയർത്തി ഞാൻ കണ്ടു. അറിയുകയല്ല, തിരിച്ചറിയുകയാണ്. അറിയലില്ല, തിരിച്ചറിയലേ ഉള്ളൂ എന്ന സന്തോഷത്തോടെ ഓരോ വൈകുന്നേരവും അവൾ എൻ്റെ മുന്നിൽ വന്നു. എനിക്കറിയാമായിരുന്നു എന്ന് അറിയുകയാണ് പുതുതായി ഓരോന്നറിയുമ്പോഴും. എത്താതിരുന്നെങ്കിൽ അപരാധമാകുമായിരുന്നിടത്ത് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിക്കൊണ്ടിരിക്കൽ എന്തൊരാനന്ദമാണ്! ആ ആനന്ദം അനുഭവിക്കുന്ന വളരെ കുറച്ച് അംഗങ്ങളുള്ള ഒരു ക്ലബിലെ അംഗമാണ് ഞാൻ. ബിക്കമിങ് എന്നാണ് ആ ക്ലബിൻ്റെ പേര്.
മുന്നിൽ മറ്റുള്ളവർ ഇല്ലാത്തതിൻ്റെ ലാഘവം അവളുടെ അഴക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴവൾ ഉണ്ണുന്നതൊന്നും ആരുടെയും ഉച്ഛിഷ്ടമല്ല. അവൾക്ക് അവളിൽ പൂർണ്ണമായ വിശ്വാസം വന്നിരിക്കുന്നു. നീ ആദ്യം അവതരിച്ചത് ആരായിട്ടായിരുന്നുവെന്നോ? അവൾ മുഖം ചോദ്യചിഹ്നമാക്കി. ദമയന്തി. ഉച്ഛിഷ്ടം ഭുജിക്കയില്ലൊരു നാളുമേ ഞാൻ. പക്ഷേ ആ ഉത്സവകാലം നീണ്ടു നിന്നില്ല. ഫൈനൽ ഇയർ പൂർത്തിയാക്കാൻ അവരവളെ സമ്മതിച്ചില്ല. ഒരു ദിവസം മാളിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഉപായങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴയ സഹപാഠി അമ്മയുടെ അടുത്തു വന്നു. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. എനിക്ക് മകനാണെങ്കിൽ നിന്റെ മകളെയും നിനക്ക് മകനാണെങ്കിൽ എൻ്റെ മകളെയും കല്യാണം കഴിക്കുമെന്ന് നമ്മൾ അന്ന് കൈയടിച്ച് ഉറപ്പിച്ച് പിരിഞ്ഞത്. എനിക്ക് നിന്റെ മകളുടെ കൂടി അമ്മയാവണം. എൻ്റെ മകനിപ്പോൾ ടാറ്റയുടെ കമ്പനി എക്സിക്യൂട്ടീവ്. അവൻ അവളെ വഴിയിൽ എവിടെയോ വെച്ച് കണ്ടിരിക്കുന്നു. അവളെയാണെങ്കിൽ കഴിക്കാം അമ്മേ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരെയും അങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നയാളല്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും. പെണ്ണിൻ്റെ പണമോ ജോലിയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. കാണാൻ നന്നായിരിക്കണം. നല്ല അനുസരണ വേണം. അത് അവൾക്കുണ്ടാവും. നിന്റെ മകളല്ലേ. അടുത്ത ഞായറാഴ്ച അവർ വന്നു. കഠിനമായ മുഖത്തോടെ നിന്ന സീതയെ കണ്ടു. അതിലൊന്നും അവർക്ക് വിസമ്മതമില്ല. മാറ്റിയെടുക്കാൻ കഴിയാത്തതായി എന്താണുള്ളത്? മാറ്റിയെടുക്കാൻ ചിലതെല്ലാം വേണ്ടേ? നമ്മൾ ആരെങ്കിലും ഇന്നത്തെ നമ്മളാവാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരുന്നോ? കൈകാലുകൾ കുഴയുമ്പോൾ ഒഴുക്കിനനുകൂലമായി അവളും നീന്തും. ഇപ്പോൾ തനിക്ക് താനായി നീന്തേണ്ടതില്ല എന്ന് കണ്ടെത്തും. പുതുതായി തുറന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഉച്ചയ്ക്ക് വരണം അന്ന് അവൾ ഭർത്താവിനെ ഓർമ്മിപ്പിക്കും. പുതുവസ്ത്രം ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആകാശത്തിലെ ബാക്കി ദുർമേഘങ്ങളും. രാത്രി മുഴുവൻ അവൾ എൻ്റെ മുറിയിലിരുന്ന് കരഞ്ഞു. രാവിലെ ഞാൻ അമ്മയോട് ചോദിച്ചു, അവൾക്കിഷ്ടമല്ലാത്ത കല്യാണത്തിന് അമ്മ അവളെ നിർബന്ധിക്കുന്നത് എന്തിന്? ഞാനത് ചോദിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു അമ്മ എന്ന് തോന്നി. നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ശരിയുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. കല്യാണം കഴിച്ച് അവൾ പോകുന്നതുവരെ ക്ഷമിക്കാമെന്ന് കരുതി. നിങ്ങൾ തമ്മിലുള്ളത് ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള ബന്ധമാണ് എന്ന് നിങ്ങളെ നിത്യവും കാണുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അവൾ കൈവിട്ടു പോകുന്നത് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? നിന്റെ സമ്മതമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അന്ന് ഞാൻ ആ വീട് വിട്ടിറങ്ങി. താമസിക്കാൻ പാടില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ അതുവരെ താമസിച്ചതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. അവിടെ നിന്ന് ഞാൻ ഒന്നും എടുത്തില്ല, അവളുടെ സങ്കടമല്ലാതെ. അവൾ കരയാൻ പോലും ആകാതെ അപമാനിതയായി എൻ്റെ മുന്നിൽ നിന്നു. ഞാനില്ലാത്ത വീട്ടിൽ എൻ്റെ മുറിയിലാവാം കല്യാണ തലേന്ന് വരെ അവൾ ഉറങ്ങിയിരിക്കുക. ചെറുപ്പം മുതൽ അമ്മയോട് തോന്നിയിരുന്ന അകൽച്ച അകാരണമായിരുന്നില്ലെന്ന് മനസ്സിലായതിൻ്റെ ഇരുണ്ട ഒരാനന്ദം താൻ അനുഭവിച്ചിരുന്നെന്ന് ആ മുറിയിൽ വച്ചെഴുതിയ ഞാൻ ഒടുവിൽ വായിച്ച പുസ്തകത്തിൽ തിരുകിയ വിലാസം അറിഞ്ഞുകൂടാത്തതിനാൽ പോസ്റ്റ് ചെയ്യാത്ത കത്തിലുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു. നാടുനീളെ പന്തലായിരുന്നെന്നും നിറയെ ആളായിരുന്നെന്നും നീ എനിക്കെഴുതി. കല്യാണ പന്തലിൽ അവളുടെ തൊട്ടടുത്ത് നിൽക്കേണ്ടിയിരുന്ന ആളെപ്പറ്റി ചില അന്വേഷണങ്ങൾ ഉണ്ടായതിൽ കവിഞ്ഞൊന്നും ഉണ്ടായില്ലെന്ന് ദാമോദരനും എഴുതി. കൂടുതൽ അന്വേഷിക്കപ്പെടാതിരിക്കാനുള്ള അർഹത മറ്റുള്ളവർക്കിടയിൽ ഞാൻ മുൻപേ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നല്ലോ. പുതിയ വീട് വ്യത്യസ്തമാവാമെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കണം. കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു നരകമെങ്കിലും ആയേക്കാമെന്നും. അതിൻ്റെ ആശ്വാസം ആ വധുവിൽ മറ്റുള്ളവർ കണ്ടിരിക്കാം. പക്ഷേ അവൾ ചെന്ന പുതിയ വീട് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിത ഒരൊത്ത നരകമായിരുന്നു. നീ ജീവിക്കാനായി നിന്റെ ജീവിതം പുറത്തെടുക്കേണ്ടതില്ല. നിനക്ക് ജീവിക്കാനുള്ളത് ഇവിടെ അലക്കി തേച്ച് വച്ചിട്ടുണ്ട്. അതുപയോഗിച്ചാൽ മതി. ആ നരകത്തിൻ്റെ ചുമതലക്കാരിയായ അമ്മ താൻ മേലൊപ്പിട്ട, മകൻ സാക്ഷിയിട്ട ആ വീട്ടിലെ ജീവിതരേഖ രണ്ടാം പകലാരംഭത്തിൽ തന്നെ അവളുടെ മുന്നിൽ വച്ചു. ഭാവിയിലെ മുഴുവൻ തീരുമാനങ്ങളും മുൻകൂട്ടി എടുത്തു കഴിഞ്ഞ ഒരു വീടായിരുന്നു അത്. ടേബിൾ സ്പൂൺ വരെ ഇൻഷുർ ചെയ്തിരുന്ന ആ വീട്ടിൽ ഭയപ്പെടുത്തുന്ന അടച്ചുറപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ മതിപ്പ് തോന്നാൻ വേണ്ടതൊക്കെ
മുൻകൂട്ടി എടുത്തുമാറ്റി ശുദ്ധമാക്കിയ വീടായിരുന്നു അത്. ഒരാഴ്ച തികയും മുമ്പേ അവൾ അച്ഛനെഴുതി, എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു, 2 ദിവസത്തേക്ക് ഞാൻ അവിടെ വന്ന് നിന്നോട്ടെ. അച്ഛൻ അവളോട് ഫോണിൽ പറഞ്ഞു, നീ എൻ്റെ മാനം കെടുത്തുവാനുണ്ടായതാണ്. ഇവിടെ എല്ലാവരും നിനക്ക് കൈവന്ന ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നു. കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞില്ല, അവൾക്ക് 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം. മറ്റുള്ളവർ എന്താണ് കരുതുക? അവരൊക്കെ എന്തൊരസൂയയോടെയാണ് നിന്നെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? അവിടുത്തെ അമ്മ ഇതാ ഇപ്പോൾ നിന്റെ അമ്മയോട് സംസാരിച്ച് ഫോൺ വച്ചതേയുള്ളൂ. അതുപോലൊരമ്മയെ കിട്ടുവാൻ തപസ് ചെയ്യണം. അവൾക്കിവിടെ വന്ന് നിൽക്കണം പോലും. ഫോൺ ഓഫാക്കാത്തതിനാൽ വെറുപ്പോടെ മുഖത്തേക്ക് വലിച്ചടച്ച ഒരു വാതിൽ അവൾ കേട്ടു. ആ വാതിൽ മറ്റുള്ളവർ പണിത് ആ വീട്ടിൽ സ്ഥാപിച്ചതായിരുന്നു. പിന്നീടും അവൾ വാതിലിൽ മുട്ടി. അതിന് അമ്മയാണ് മറുപടി നൽകിയത്. നിന്റെ മുട്ടൽ എന്തിൻ്റേതാണെന്ന് എനിക്കറിയാം. അവിടെ സുരേഷോ സുരയുടെ അമ്മയോ നിനക്കൊരു കുറവും വരുത്തത്തില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ്. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട. ആ വഷളൻ നിന്നെ വിളിക്കുന്നുണ്ടാവുമല്ലേ? പിന്നെ അവൾ വിളിച്ചില്ല. 1 മാസം തികഞ്ഞ ദിവസം ഭർത്താവിൻ്റെ അമ്മ താഴെ നിലയിൽ മരുമകളെ എങ്ങനെ ഉള്ളംകൈയിൽ വച്ചിരിക്കുന്നു എന്ന് ബോംബെയിലെ അനിയത്തിയോട് ദീർഘമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അണ്ടർവെയർ വരെ മണ്ണെണ്ണയിൽ മുക്കി സീത മറ്റൊരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. അഗ്നിനാളങ്ങൾ മുറ്റത്തുണ്ടാക്കിയ അതിവെളിച്ചത്തിൽ ചെടികളുടെ ഓരോ ഇലയും കാഴ്ചയിലേക്ക് ഉയർന്നു വന്നതിനൊപ്പം മുകളിലെ മുറിയിൽ നിന്നുയർന്ന നിലവിളി ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും മറ്റുള്ളവർക്കൊന്നും ചെയ്യാനായില്ല. വാതിൽ തഴുതിന് അത്ര ഉറപ്പുണ്ടായിരുന്നു. 5 ആളെ ചാരമാക്കാനുള്ളത്ര വസ്ത്രങ്ങൾ അവൾ ധരിച്ചിരുന്നു. കല്യാണത്തിനും സൽക്കാരത്തിനും ധരിച്ച പട്ടുവസ്ത്രങ്ങൾ ഉൾപ്പെടെ പുതുതായി കിട്ടിയ സകല ഉടയാടകളും അവൾ പുറപ്പെടുന്ന തന്നെ അണിയിച്ചിരുന്നു. തുറന്നിട്ട പെട്ടിയിൽ കുഞ്ഞേട്ട എല്ലാവരും ചേർന്ന് എൻ്റെ കൈകൊണ്ട് എന്നെ കത്തിച്ചു എന്നെഴുതിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു. ഞാനാണ് അവളുടെ മരണകാരണമെന്നേ അമ്മയും അച്ഛനും കരുതിയുള്ളൂ. ചിലപ്പോൾ ഈ പ്രദേശത്തെ ഈ ദുസ്സഹമായ ചുടുകാറ്റിൽ ഞാനും അങ്ങനെ കരുതി പോകുന്നു പ്രിയ. അവരെന്ന് സീത എഴുതിയത് അമ്മയെയോ സുരേഷിനെയോ അയാളുടെ അമ്മയെയോ മാത്രം ഉദ്ദേശിച്ചായിരുന്നില്ല. അവരിൽ ആര് മറഞ്ഞിരുന്നുവോ, അവരെ ആര് സദാ നിയന്ത്രിച്ചുവോ ആ മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചായിരുന്നു. അവരവരുടെ ഭാഷ സദാ ഉപയോഗിച്ചുവോ ആ മറ്റുള്ളവരെ കുറിച്ചായിരുന്നു. പിന്തുടരാൻ മാത്രം അവസരമുണ്ടായ ഒരുവളുടെ പേര് അവൾ കിട്ടതുപോലും മറ്റുള്ളവരുടെ ശുപാർശ പ്രകാരമായിരുന്നു. ഇരുട്ടിൽ അവൾ തപ്പിയപ്പോൾ തടഞ്ഞത് മറ്റുള്ളവർ വച്ചതായിരുന്നു. പ്രിയൻ, ഉർസുല കെ ലഗ്വിൻ്റെ അമേലിയ എന്ന കഥ വായിച്ചിട്ടുണ്ടോ? സീതയുടെ മരണശേഷം ഞാനത് വീണ്ടും എടുത്ത് വായിച്ചു. സീത അതിലൊരു കൊച്ചു പെൺകുട്ടിയാണ്. യഥാർത്ഥ വയസ്സ് ഊഹിക്കാനാകാത്ത 8, 15, 20 വയസ്സായ ഒരുവൾ. ഒരു വലിയ ഹാളിലെ ഒത്ത നടുവിലെ ചങ്ങലയിൽ അവൾ കെട്ടപ്പെട്ടിരിക്കുന്നു. കെട്ടിയ അന്നു മുതലുള്ള വിസർജ്യം കൊണ്ടവൾ പൊതിയപ്പെട്ടിട്ടുണ്ട്. സമീപത്തായി ഒരു പാത്രത്തിൽ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. മനോഹരമായ ഒരു നഗരത്തിൻ്റെ നടുവിലുള്ള കെട്ടിടത്തിൻ്റെ ഒത്ത നടുവിലുള്ള ഹാൾ. ആ സ്ഥലത്തേക്ക് സന്ദർശകർ വരും. എക്സ്കർഷന്റെ ഭാഗമായി കുട്ടികൾ വരും. അവളെ കണ്ട് ചിലർ ഓക്കാനിക്കും. കണ്ടു നിൽക്കാനാവാതെ ചിലർ പുറത്തേക്ക് ഓടും. അപൂർവം ചിലർ ആ നഗരത്തിൽ ഇനി നിന്നുകൂടാ എന്നേ നഗരമേ വിട്ടുപോകും. അതൊക്കെ അപവാദങ്ങൾ. ജീവിതത്തിൻ്റെ ഈ അത്യന്തം ദയനീയമായ മുഖം മറ്റുള്ളവരിൽ ആശ്വാസവും ആനന്ദവുമാണ് ഉണ്ടാക്കുക. എത്ര ഭാഗ്യവാന്മാരാണ് തങ്ങളെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാവാം അവൾ. തങ്ങളെ മാത്രം ബാധിക്കാത്ത ദുരന്തം ആളുകൾക്ക് എത്ര ആശ്വാസം നൽകുന്നുവോ, അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാക്കുന്നുവോ ആ അനുഭൂതി നുകരുവാൻ വരുന്നവരാണവർ. സ്വസ്ഥതയോടെ ജീവിക്കേണ്ടതിന് അവർ ഒടുക്കേണ്ട മുഴുവൻ പിഴയും ഒറ്റയ്ക്കടച്ച് അവൾ അവരെ മോചിപ്പിക്കുന്ന ദൃശ്യം കാണുവാൻ വന്നവരാണവർ. അവളുടെ ദുരവസ്ഥ കാണാൻ ആ മനോഹരവും ആഹ്ലാദോന്മത്തവുമായ നഗരത്തിൻ്റെ കുറ്റബോധം, പാപബോധം ഒറ്റയ്ക്ക് ഒരുവൾ അനുഭവിക്കുന്നത് കാണാൻ.
കഴിക്കുന്ന ഭാഗം അവൾ എടുത്തിരിക്കുന്നല്ലോ. സഹിക്കുന്ന മനുഷ്യപുത്രനെ സൃഷ്ടിച്ച് ഒരു ജനത സ്വസ്ഥമായതിൻ്റെ കഥ തന്നെയാവാം ഇതും. നിങ്ങൾക്കു വേണ്ടി ഞാൻ സഹിച്ചുകൊള്ളാം. എത്ര ആവേശത്തോടെയാണ് മറ്റുള്ളവർ ആ കഥയിൽ അവനെ കുരിശിൽ തറയ്ക്കാൻ ആവശ്യപ്പെട്ടത്. പ്രിയൻ ഓർത്തിട്ടുണ്ടോ, ഓരോ ദുരന്തവും മറ്റുള്ളവരെ കൂടുതൽ സന്തുഷ്ടരാക്കുന്നു. മരിച്ചവനെ മരിക്കാത്തവർക്കുള്ള ബലിയായെടുക്കുന്ന മരണവീടുകൾ മറ്റുള്ളവർക്ക് കല്യാണ വീടുകളാണ്. ഓരോ ദുരന്തത്തിന് ശേഷവും ദേവാലയങ്ങളിൽ ഭക്തന്മാർ വർദ്ധിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിജീവിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. പുറന്തള്ളപ്പെട്ടവരെ പറ്റി ദൈവം കുറ്റപ്പെടുത്തുന്നതേയില്ല. കൈക്കൊള്ളപ്പെടാത്തവരെ കുറിച്ചുള്ള സന്തോഷം നിറഞ്ഞ അനുകമ്പയാണല്ലോ ദൈവനീതി. എല്ലാറ്റിലും പിന്നിൽ മറ്റുള്ളവരാണ്. അവരെ ബോധ്യപ്പെടുത്താനാണ്, അവരെ തൃപ്തിപ്പെടുത്താനാണ്. ഏവരും ചെയ്യുന്നതത്രയും എല്ലായിടത്തും എല്ലാറ്റിലും അവർ. ഈ പ്രശസ്തമായ മനസാക്ഷി പോലും അവർ നിങ്ങളിൽ നിർത്തിയ അവരുടെ കാവൽക്കാരും. ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് മറ്റുള്ളവർ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ വിരട്ടുന്നത്. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരെ മറ്റുള്ളവർ കണ്ടിടത്തു നിന്ന് വിരട്ടും. ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തവരിൽ അനിശ്ചിതമായ ഭാവി കാട്ടി മറ്റുള്ളവർ അപരാധ ബോധമുണ്ടാക്കും. എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കണം. മറ്റുള്ളവരുടെ ആദർശമാണത്. സുനിശ്ചിതമാണെന്നും ദൈവം ചിട്ടപ്പടി കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു വരണ്ട ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ മുഷിപ്പിക്കരുതെന്നും അവർ കരുതുന്നു. മരണത്തെ ജീവിത നടുവിലേക്ക് ഇറക്കിവിട്ട്, അനിശ്ചിതത്വം ഇറക്കിവിട്ട്, എല്ലാം കുഴമറിച്ച് ദൈവം മറ്റുള്ളവരെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു. അവരത് കണ്ടതായി കേട്ടതായി ഭാവിക്കില്ല. കൂടുതൽ ആളുകൾ ഉള്ളിടത്തേക്ക് ആഞ്ഞു നടക്കും അവർ. എല്ലാ വീടുകളും മറ്റുള്ളവരുടെ വീടുകൾ, എല്ലാ റോഡുകളും മറ്റുള്ളവരുടെ റോഡുകൾ, പൊതുവായുള്ളതെല്ലാം മറ്റുള്ളവരുടെ ചുമതലയിൽ. സീതയുടെയോ എൻ്റെയോ മേൽവിലാസം എഴുതിയ യാതൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. മറ്റാർക്കോ വിളമ്പിയതിനു മുന്നിൽ ഞാൻ ഇരുന്നു. എന്നെ ഉദ്ദേശിക്കാത്തതൊന്നും എനിക്കൊരു സ്വസ്ഥതയും തന്നില്ല. അർഹതയില്ലാത്ത ജീവിതമാണ് ഞാൻ നയിച്ചത്. എനിക്ക് കിട്ടിയ ജീവിതത്തിൻ്റെ കവറിൽ എഴുതിയതുപോലും എൻ്റെ പേരല്ല. ആദ്യം മുതലേ അത് മനസ്സിലാക്കിയ ഒരാളുടെ അരുചി കലർന്ന അന്നം ഞാൻ ഉണ്ടു. ആ അന്നം ഇനി ഉണ്ണണ്ട എന്ന് ഒരു ദിവസം സീത തീരുമാനിച്ചു. ആ വീട്ടിലെത്തിയതിൽ പിന്നെ സീത ഒന്നും വായിച്ചിട്ടില്ല. ഓരോ വറ്റിലും തൻ്റെ പേരെഴുതിയ ഏക അന്നമായിരുന്നു അവൾക്ക് വായന. കൂടുതൽ എഴുതാനാവുന്നില്ല.